ആവിയിൽ വേവിച്ചെടുക്കുന്ന നമ്മുടെ ഈ കിണ്ണത്തപ്പം ഒരു സ്റ്റീൽ പാത്രത്തിലോട്ടാണ് ഞാൻ നെയ്യൊക്കെ ഒന്ന് തേച്ചെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നല്ലതുപോലെ തേച്ചെടുത്ത ഈ പാത്രത്തിലോട്ട്, ഞാനൊരു ഇഡലി പാത്രത്തിലോട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതാണ്ട് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ കൂട്ട് തയ്യാറാക്കിയത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് 2 രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഒന്ന് നൈസാക്കി എടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇത് കട്ടിക്കും. 2ലായിരുന്നാലും 10 മിനിറ്റ്, നൈസാക്കി എടുക്കുന്നതിനാണെങ്കിൽ ഒരു 4-5 മിനിറ്റ് തന്നെ മതിയാകും. ഇതിപ്പോൾ ഞാൻ എല്ലാ മാവും കൂടി ഒന്നാക്കി ഒരു പ്ലേറ്റിലാണ് അവിച്ചെടുക്കുന്നത്, നല്ല കനത്തിന്. അപ്പോൾ കനത്തിന് അവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ മൊത്തം ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലൊരു അടപ്പ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ആവിയിലെ വെള്ളമൊക്കെ നമ്മുടെ കിണ്ണത്തപ്പത്തിലോട്ട് വീഴുമ്പോൾ ചെറിയ കുത്തൊക്കെ വരും. ഒരു കാണാൻ അത്ര ഒരു ഭംഗിയാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നിർബന്ധമില്ല, വേണമെങ്കിൽ വയ്ക്കാം. ഈ അടപ്പ് വെക്കുന്നത് കാരണം കുറച്ച് വേവാൻ വേണ്ടി കുറച്ച് താമസിക്കും. അടപ്പ് വെച്ചില്ലെങ്കിൽ വേഗം തന്നെ ഒരു 7 മിനിറ്റ് ആകുമ്പോൾ തന്നെ വെന്ത് കിട്ടും.